മഴയും ആ ഒരു കുടേൻ്റെ തണുപ്പും പോരാത്തതിന് റണ്ണിങ്ങിലുള്ള ആ ഒരു കാറ്റും ഈ ഒരു വൈബ് എന്തായാലും കാറിൽ പോകുമ്പോൾ കിട്ടില്ല കേട്ടോ. അത് 100% ഉറപ്പ് പറയാണ്. അതൊക്കെ തന്നെ അല്ലേ ലൈഫ്. വാവ്, നൈസ് വേ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മൾ ഇവൻ്റെ ഹാഫ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2024 ഇതേ ആ ഒരു പരിപാടി ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. അല്ല പാരിക്കുട്ടാ, തിരിച്ചു പോകല്ലേ? നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഇനിയുള്ള ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടൈക്കനാൽ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നോക്കിക്കേ, സീനാട്ടോ. അപ്പോൾ നമ്മൾ ഇനി കൊടൈക്കനാൽ ചുരം ഇറങ്ങുന്നു, എന്നിട്ട് നേരെ വാൽപ്പാറ റൂട്ട് പോകുന്ന ആ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കൊടൈക്കനാൽ ചുരം ഇറങ്ങുന്നതായിരിക്കും. ലെങ്ത്തിനനുസരിച്ചാട്ടോ. ലെങ്ത്ത് ആയി കഴിഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്യും, വേറൊരു വീഡിയോ എടുക്കും. എന്നിട്ട് വാൽപ്പാറ, മലക്കപ്പാറ, ആതിരപ്പള്ളി അങ്ങനെ നാട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ മതി. നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. നമുക്ക് നേരെ പോവാം. വെച്ചപ്പം നമ്മുടെ ഈ ഒരു വണ്ടി കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിലാണോ വന്നേ എന്നൊക്കെ. നമ്മൾ മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് പല സൈഡിൽ നിന്നും ആളുകളുണ്ട്. അതുപോലെ അതർ സ്റ്റേറ്റിൽ നിന്നും ആളുകളുണ്ട്, തമിഴ്നാട്, കർണാടക. എൻ്റെ പേസ് അതിലോ ഞാൻ കണ്ടിനല്ലോ. ഇതിലുണ്ടാവില്ല, നോക്കെന്തായാലും. ഇത് എൻ്റെ ബാഗാട്ടോ. അപ്പോൾ ഇതിലുണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതിൽ തന്നെ ഞാൻ കണ്ടു തോന്നുന്നുണ്ട് ബ്രഷ് എടുക്കുമ്പോൾ. ഇതിൻ്റെ പേസാ വേറില്ലല്ലോ. ഓ, ഗ്ലാസ് അടിയിൽ സീന്. അപ്പോൾ നമ്മൾ ഇവിടെ യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി പോവാണ്. ഗൈസ്, ദ മോൺസ്റ്റർ എനർജി. നമ്മൾ ഇതും കഴിഞ്ഞ് വെച്ച് അങ്ങനെ പോവാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ബാത്റൂമൊക്കെ ഒന്നും കൊണ്ടുപോയില്ലല്ലോ ഗൈസ്. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ബൈ പറഞ്ഞു പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പറയുമ്പം നമ്മൾ നേരെ കൊടൈക്കനാൽ ചുരം ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് വെച്ചു നേരെ വാൽപ്പാറ. ആദ്യം പൊള്ളാച്ചി പിടിക്കണം. പൊള്ളാച്ചി പിടിച്ചിട്ട് അവിടുന്ന് വാൽപ്പാറ റൂട്ട്, പിന്നെ ആതിരപ്പള്ളി, ആതിരപ്പള്ളി അല്ല മലക്കപ്പാറ ആയിരിക്കും ആദ്യം. മലക്കപ്പാറ, ആതിരപ്പള്ളി ആ റൂട്ട് ഇങ്ങനെ നേരെ നാട്ടിലോട്ട് പോകണം. ഗൈസ്, ദേ ആളുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വഴിയിലൂടെയൊക്കെ, നമ്മൾ പോകുന്ന വഴിയിലൂടെയൊക്കെ. ഇപ്പോൾ 2 പേര് 3 പേരും കണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇനിയും ആളുകളെ കാണും, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓണാക്കി. ഇവരെന്താ അങ്ങോട്ട് പോണ് പരിസേ? ഇങ്ങനെന്താ അങ്ങോട്ട് പോണ്? അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ ഒക്കെ ഓട്ടുണ്ട് കേട്ടോ. റൂട്ട് കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇതിലേക്കൊക്കെ ഉണ്ട്. സൽമാന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കിടിലനൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നവൻ പറഞ്ഞാൽ. വെറൈറ്റി ഒരു എക്സ്പീരിയൻസ്. ഇനി ഇതിൽ പോലും എടാ പോലും അങ്ങോട്ട് പോകണടാ സൽമാനെ. അപ്പോൾ വലിയ പിന്നെ റൗണ്ട് അടിക്കണോ? ഇതേ കണ്ടോ അടുത്ത ആൾ വരുന്നത്, നടന്നൊക്കെയാണ് പോകുന്നത്. ഇവരെന്താ അങ്ങോട്ട് പോണ്? പിന്നെ ഇത് 20-ൻ്റെ ആൾക്കാരാ? അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞില്ല. ഓ, ഇത് 21 കിലോമീറ്ററിൻ്റെ ആളുകളാട്ടോ. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഹിൽ സ്റ്റേഷനിലൂടെയുള്ള അങ്ങനെ ഹൈഡ്രേഷൻ ബാഗൊക്കെ ഉണ്ട് അവിടെ. ഇത് കണ്ടോ, അതിൽ ഇതുപോലെ ഓരോ പോയിന്റുകളുണ്ടാവും. എന്താ ഇവിടുന്ന് കൂട്ടാണല്ലേ, ഇവിടുന്ന് കൂട്ടാണല്ലേ ആണ്ട് കാര്യങ്ങൾ. ഓ, ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടുകളിലൂടെയൊക്കെ അവൻ ഓടി. എന്തായിരുന്നാലും ടോപ്പ് 10-ലെത്തിയോ? ടോപ്പ് 10-ലെത്തിയിട്ടോ. അതായത് 10 കിലോമീറ്ററിൻ്റെ ടോപ്പ് 10 കണ്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ ഇത് പോവാണ്. ഇനി നാട്ടിലോട്ട് പോവാണ്. ആതിരപ്പള്ളി, മലക്കപ്പാറ, വായച്ചാൽ ആ റൂട്ടുണ്ടല്ലോ, അതിലൂടെയാണ് പോകുന്നത്. റൂട്ടിൻ്റെ പാടൊന്നും എന്തെന്ന് അറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ റൂട്ട് പോകുമ്പം ചെറിയൊരു ഡിഫറൻറ്റേ കാണുള്ളൂ. കിലോമീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻറ്റേ കാണുള്ളൂ. ഏറിപ്പോയ ഒരു 100 കിലോമീറ്ററൊക്കെ ഒരു ചേഞ്ച് കാണും. അപ്പോൾ ആ ഒരു സംഭവം എന്തായിരുന്നാലും നമ്മൾ ഇതുവരെ വന്നില്ല. അപ്പോൾ ആ ഒരു റൂട്ട് പോകാമെന്ന് വിചാരിച്ച് പോവാണ്.
അപ്പോൾ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പൊള്ളാച്ചിയൊക്കെ എത്തുന്ന സമയത്ത് അവിടുത്തെ സമയവും സിറ്റുവേഷനൊക്കെ അനുസരിച്ച് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കൂടുതലും മാക്സിമം ആ റൂട്ട് കവർ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇത് കണ്ടു, ഇതൊക്കെ അതിനുള്ളൊരു ചെക്കിങ്ങിൻ്റെ ആളുകളാണ്, അതായത് വളണ്ടിയേഴ്സ് എന്നുള്ള രീതിക്ക്. ഇപ്പം എന്താ പറഞ്ഞാൽ ഇനി ചുരക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഈ ഒരു ഗ്രാമങ്ങളിലൂടെ. ഈ ഒരു ഗ്രാമം എന്ന് പറയുമ്പം നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ കൊടൈക്കനാലത്തെ ഒരു സെയിം ക്ലൈമറ്റ്, അതുപോലെ ഒന്ന് ഉള്ളേരിയയിലോട്ടായിട്ടുള്ളൊരു കിടിലൻ വൈബ് ഈ ഒരു ഗ്രാമപ്രദേശമൊക്കെ. നമ്മൾ ശരിക്കും ഇന്നലെ രാത്രി ഈ ഒരു റൂട്ടിൽ എവിടെയെങ്കിലൊക്കെ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് വന്നത്, സ്റ്റാൻഡിൽ നോക്കിയിട്ട് അങ്ങനെയുള്ള ടെൻ്റ് അടിക്കാനുള്ള വേഗമൊന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ഇന്നാളടിച്ച സമയത്ത് 10 മണി ആ ഒരു സമയം, 10 മണി 11 മണി ആ ഒരു സമയത്തൊക്കെ അങ്ങാടി ഫുള്ള് ഓഫായിരുന്നു, ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഓഫ് ആ രീതിക്കായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം 12 മണി വരെയൊക്കെ ഷോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ ഒരു നടക്കൂലെന്ന് കരുതി നമ്മളിങ്ങനെ എവിടെയെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം ഒരു അടിപൊളി ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡല്ല, ബസ് സ്റ്റോപ്പ്, നല്ല കിടിലൻ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ കയറി അടിച്ചാണ് സംഭവം. നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലോ ഇതുപോലെ എങ്ങനെയെങ്കിലും സ്പോട്ടൊക്കെ നൈസ് സ്പോട്ട് കിട്ടുവാണെങ്കിൽ അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചാണ്ട് വന്നായിരുന്നു. പക്ഷേ അതിന് മുമ്പ് നമുക്ക് അടിപൊളി സ്ഥലം കിട്ടി, അതുകൊണ്ട് നമ്മൾ അവിടെ അടിച്ചു. സംഭവങ്ങളെല്ലാം ഓക്കെയാണ്. ഓ, ഈ ഒരു ഗ്രാമം നല്ല രസമുണ്ട്. ഇങ്ങനെയുള്ള വേഗം പോയിട്ട് അവിടെ ഇവിടെയല്ല അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥലത്തൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു വന്നേ. പക്ഷേ ബസ് സ്റ്റോപ്പ് കിട്ടിയപ്പോൾ പിന്നെ അവിടെ തന്നെ അങ്ങ് കൂടി. എനിക്ക് നല്ല രീതിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള എല്ലാ സംഭവം ഉണ്ടായപ്പം. അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ നിലത്ത് നിന്ന് തണുപ്പടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ എൻ്റെ ടെൻറ്റിൽ. മറ്റേതെന്ന് പറയുമ്പോൾ ഭയങ്കര സൈസ് ടെൻറ്റാണ്. അപ്പം അവർ അതിലോട്ട് 3 ആളും കയറി, ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. ഇതിൽ പിന്നെ ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞപ്പം 2 ആക്കി എടുക്കാം, നല്ല സ്പേസ് ഉണ്ടപ്പം അങ്ങോട്ട് പോകും. അത് 3% ടെൻ്റാണ്, പക്ഷേ ഒരു 4% ടെൻറ്റ് പോലെയുള്ള 5% ടെൻ്റൊക്കെ പോലെയുള്ള നല്ല സൈസായിട്ടുള്ളൊരു ടെൻ്റാണ്. അതൊക്കെ ഓപ്പൺ ആക്കിയ ശേഷമാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതിയായിരുന്നു. ഇതൊക്കെ ഇതൊന്നും നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ പരിപാടി നടന്നിട്ടുണ്ട് ഇവിടെ. നിലതൊക്കെ നോക്കിക്കേ, ഫുള്ളി പേപ്പർ. എന്തോ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. വേഗം നോക്കിക്കേ, സീന് മഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ എനർജി ഡ്രിങ്ക്സ് കുടിച്ചു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇനി ക്ഷീണം തോന്നുവാണെങ്കിൽ ഹോർസ് കലക്കി കുടിക്കണം, അങ്ങനെയൊക്കെയാണ് പ്ലാന്, അല്ലെങ്കിൽ ഡ്രൈവിങ് സീനാവും. അതായത് നമ്മളിങ്ങനെ ടൗണിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ടൗൺ എത്താറായിട്ടുണ്ട്. ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കേട്ടോ, അതായത് കുറച്ച് ചോര ഇറങ്ങിയിട്ട് ഈ ഒരു കട്ടിങ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചുരത്തിലോട്ടെത്തും. പിന്നെ ആ ചുരം ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് നേരെ പളനി എത്തും. പളനി എത്തില്ല, ടൗൺ എത്തില്ല, ഏകദേശം പളനി ആ ഒരു സൈഡെത്തും. പിന്നെ അവിടെ നിന്ന് നേരെ പൊള്ളാച്ചി റൂട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ പൊള്ളാച്ചിയിൽ നിന്നാണ് ആതിരപ്പള്ളി റൂട്ട്. ഏകദേശം പളനി എത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലൈമറ്റ് മാറും കേട്ടോ. ഈ ഒരു തണുപ്പൊന്നും ഉണ്ടാവില്ല പളനി എത്തി കഴിഞ്ഞാൽ. ഈ ഒരു ചുരം ഇറങ്ങി കഴിയുമ്പോഴേക്കും ഈ ഒരു ക്ലൈമറ്റ് പോകും. അപ്പോൾ ഈ ഒരു ചുരത്തിൽ നിന്ന് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കണം കേട്ടോ. ചുരം അടിപൊളി വൈബ് കേട്ടോ. ഈ ഒരു ചുരം, ഈ ഒരു ചുരമല്ല, ഇവിടെ ഫുള്ളി അടിപൊളിയാണ്, പക്ഷെ ആ ഒരു ചുരം വേറൊരു വൈബാണ്. അതായത് കൊടൈക്കനാൽ ആ ചുരം നമുക്ക് ടോട്ടലി ഒരു 420 കിലോമീറ്റർ ഉണ്ട്, 420 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നാട്ടിലോട്ട്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു വാലി. ഓക്കെ, അപ്പം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ അതിരപ്പള്ളി മലക്കപ്പാറ ആ ഒരു റൂട്ട് നേരെ നാട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളാ ഒരു ചുരത്തിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് കേട്ടോ. ബിരിയാണി ആണോ എന്നറിയില്ല, നല്ല സ്മെല്ല്. ഇവിടെ എന്ന് പറയുമ്പോൾ ബിരിയാണി കിട്ടുമ്പോൾ അതിന് കൂടെ ഒരു ബിരിയാണി നല്ല എല്ലാ ഫുഡിൻ്റെ കൂടെയും ചട്നി, അതുപോലെ സാമ്പാർ, അതുപോലെ വേറൊരു ചട്നി ഉണ്ട് കേട്ടോ, ഒരു എരിയുള്ള സാധനം. നല്ല രസമാണ്. ഫുഡൊക്കെ ഭയങ്കര രസമാണ്. ഇത് തമിഴ്നാട് ഫുഡ് പ്രത്യേകിച്ച് നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നല്ല അടിച്ചിട്ടുണ്ട് ഫുഡ് ഈ ഒരു ട്രിപ്പിൽ. ബാത്റൂമൊന്നും ഇല്ലല്ലോ, ബാത്റൂമൊന്നും ഇല്ലല്ലോ, വാഷ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടി, ഇനി പമ്പ് ഉണ്ടാവില്ല, ഇനി ചടി എത്തണം.
ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചുരം പെട്ടെന്ന് ഇറങ്ങി തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ചുരം കയറാൻ ഇച്ചിരി പാടാണ് നമ്മുടെ വണ്ടി, അതും വിത്ത് ഡബിളി. ചുരം ഇച്ചിരി പാടാണ്, പക്ഷെ ഇറങ്ങാൻ നല്ല സുഖമായിരിക്കും. അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങാം. ഓ സീന് സ്ഥലം കേട്ടോ. ഗായ്സ് മഴ കിട്ടിയിട്ടോ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ മാറിടാന്ന്. അവനതും പറഞ്ഞ് ഇപ്പോൾ എന്നെ ആക്കുവാണ്. നമുക്ക് എന്താ പറഞ്ഞാലും കുറച്ചങ്ങ് കൊണ്ടു നോക്കാം. ഓ എൻ്റെ അഡാപ്റ്ററായിട്ട് സീന്. അഡാപ്റ്റർ പോയി കഴിഞ്ഞാൽ 4500 പോയ പോലെയാണ്. നോക്കുക നമുക്ക് അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ നോക്കുക. വല്ല മയത്ത് കുളിച്ച് വന്നിക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടിടാം. നല്ലടാ, സീനൊന്നുമില്ല. ഗൈസ് മഴ ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങ് പെയ്ത കേട്ടോ. അതാണ് ഈ ഒരു സൈഡിലൊക്കെ കാണുന്നത്. എല്ലാവരും പെട്ടെന്ന് ഷോപ്പ് അടയ്ക്കാനുള്ള സെറ്റപ്പും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഓടുന്നൊക്കെ കാണുന്നത് ഇപ്പോഴാണ് പെയ്ത മഴയാണ്. ഇതുവരെ ഇല്ലായിരുന്നു. അല്ലാണ്ട് ഈ ഒരു പോർഷനിലായിട്ടുള്ള മഴ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ എല്ലാവരും പെട്ടെന്ന് വണ്ടിയിലോട്ടൊക്കെ കയറി എസ്കേപ്പ് ആവുന്നത്. നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നോക്കാം. ഇതേ കുറഞ്ഞു കേട്ടോ, മഴ ചെറുതായിട്ട് കുറഞ്ഞു. ഈ ഒരു പോർഷൻ ആയിട്ടായിരുന്നു ഇന്നലെ നമ്മളെ ഇ പാസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പ്രോപ്പറായിട്ട് ഇ പാസ് ചെക്ക് ചെയ്യുന്ന ഒരു സ്പോട്ട് ഇത് തന്നെ കേട്ടോ. ആ ഒരു സൈഡിൽ കാണും അവന്മാരൊക്കെ വളണ്ടിയേഴ്സ്. അത് ഇ പാസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഇന്നലെ വേറെ 2 സ്ഥലത്ത് നിന്ന് ഇ പാസ്സൊക്കെ ചോദിച്ചു, ബുദ്ധിമുട്ടാക്കി, ഫണ്ടൊക്കെ വിരിപ്പിച്ചു കേട്ടോ. അതൊക്കെ ഇവരുടെ ഒരു തന്ത്രം, കാശുണ്ടാക്കാനുള്ള തന്ത്രം. എത്ര പേർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കൊടൈക്കനാലിൽ? ഇതൊക്കെ കണ്ടോ, ഇപ്പോൾ മഴ കുറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, മഴ ചില സ്ഥലങ്ങളിൽ ഒരു ചില പ്രത്യേക രീതിക്ക് മഴയുണ്ട്. റോഡൊന്നും നനഞ്ഞിട്ടേ ഇല്ല ഇവിടെ. തണുപ്പ് ഇങ്ങനെ കയറുന്നുണ്ട് ബോഡിയിലൂടെ. മഴയും ആ ഒരു കൊടയിൻ്റെ തണുപ്പും പോരാത്തതിന് റണ്ണിങ്ങിലുള്ള ആ ഒരു കാറ്റും. ഈ ഒരു വൈബ് എന്തായാലും കാറിൽ പോകുമ്പോൾ കിട്ടില്ല കേട്ടോ. അത് 100% ഉറപ്പ് പറയാണ്. കാറിൽ പോകാൻ ഈ ഒരു വൈബ് കിട്ടില്ല. ദേ മഴ കൂടിയിട്ടോ സീന്. മഴ ഇനിയും കൂടുവാണെങ്കിൽ മിക്കവാറും ഗോപ്രോ റിമൂവ് ചെയ്യേണ്ടി വരും. കുറച്ചുകൂടെ ഒക്കെ നോക്കാം. ഈ ഒരു മരത്തിൻ്റെ എന്താ പറയുക താഴിലൂടെ ഒക്കെ പോകുമ്പം ചെറിയൊരു കുറവൊക്കെ കാണുന്നുണ്ട്. അപ്പം കൂടുതൽ സീനാവുകയാണെങ്കിൽ ഗോപ്രോ നേരെ ഊരി കോട്ടൊക്കെ ഇടേണ്ടി വരും. എല്ലാ ട്രിപ്പിലും ഞാൻ എൻ്റെ കോട്ട് എടുക്കുന്നതാണ്. ഇവിടെ ഒരു യൂട്ടിലിറ്റി ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കോട്ടിൻ്റെ എന്താ പറയുക ഷർട്ടും പാൻറ്റ് ഞാൻ വരുന്ന സമയത്ത് ബാഗിലും ഇടാറുണ്ട്. പക്ഷെ എന്തോ ഈ ഒരു സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറേ ഷർട്ട് തിരഞ്ഞു, കോട്ടിൻ്റെ ഷർട്ട് കിട്ടുന്നില്ല. അപ്പം കാണാനില്ല, എവിടെയോ ആണ്. അതുകൊണ്ട് അതെടുത്തില്ല. ഒരു ആക്സിഡൻ്റ് ആയ ബൊലേറോ പോകുന്ന നോക്കിക്കേ. ഓക്കെ ആക്കാൻ വേണ്ടി പോവുകയാണെന്ന് തോന്നുന്നു. റിക്കവറി ഈ ഒരു ഫ്രണ്ട് കാണുന്ന ബൊലേറോ ഞാൻ പറഞ്ഞത്. ഫ്രണ്ട് ഫുള്ള് പോയി കിടക്കുന്ന ഒരു ബൊലേറോയാണ്. ഇതേ കണ്ടോ, ഇപ്പോൾ ക്ലൈമറ്റ് മാറിയില്ലേ, നോക്കിക്കേ സീന്. അപ്പം ഇനി കോയമ്പത്തൂർ മഴ പോയില്ലേ. അങ്ങനെ ക്ലൈമറ്റ് മാറി മാറി കളിക്കും കേട്ടോ. മഴ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ. പക്ഷേ ഈ ഒരു മരം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അറിയാത്തതാണോ ഡൗട്ടുണ്ട്. അല്ല കേട്ടോ, ചെറുതായിട്ട് കുറവുണ്ട് മഴ. സൽമാനെ എന്താ പാട്, സെറ്റല്ലേ? അത് കേട്ടാ മതി. ഇതേ കണ്ടോ നമ്മളെ നാട്ടിൽ നിന്ന് പിള്ളേർ പോകുന്നേ. എടാ വെള്ളച്ചാട്ടടാ.
ഈ ഒരു സമയം ആയതുകൊണ്ടാണോ അറിയില്ല, അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ചുരത്തിലൊക്കെ. വലിയ തിരക്കൊന്നുമില്ല, നൈസായിട്ടുള്ളൊരു തിരക്ക്. ഞാൻ വന്ന സമയത്തൊക്കെ, മുമ്പ് വന്ന സമയത്തൊക്കെ ഫുള്ളി എസ്കേപ്പ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു ബോർഡറിൽ തന്നെ പിടിച്ചില്ല, ഫൈന് കാര്യമൊന്നും കിട്ടിയില്ല, അതുപോലെ ഒറ്റ തിരക്ക് ബ്ലോക്ക് കാര്യമൊന്നും കിട്ടിയില്ല എനിക്ക് കൊടൈക്കനാലിന് കഴിഞ്ഞ തവണ വന്നപ്പം. പക്ഷേ ഈ ഒരു തവണ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഓ സീൻ ഏരിയ കേട്ടോ. വെറുതെ അല്ല, കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വേറെ വെറൈറ്റി ക്ലൈമറ്റ് ആട്ടോ ഇവിടുത്തെ. വേറെ എവിടെ എന്ത് ക്ലൈമറ്റ് വന്നാലും ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടാവും ഫുൾ ടൈം, ഒരു തണുപ്പ് ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ പയ്യെങ്ങനെ റിലാക്സ് ആയി നൈസിൽ പോകാട്ടോ. അവർ പോയിട്ടുണ്ട്, അവർ കുറച്ച് നേരത്തെ എത്തണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് പക്ഷേ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ക്ലൈമറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചേഞ്ച് ആയിരിക്കും. ഞാൻ മുമ്പ് വന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രത്യേക ക്ലൈമറ്റാണ്. ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോഴാണ് കോട അങ്ങോട്ട് കൂടി വന്നേ, ഒന്നും കാണാൻ പറ്റാതായ ഒരു ക്ലൈമറ്റൊക്കെ വന്നേ. പളനിയിലോട്ടാണ് ഇനി പോകുന്നത്. പളനി ടൗൺ ടച്ച് ചെയ്യണ്ട, ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് പളനി ടൗൺ എത്തണ്ട. അപ്പോൾ നമുക്ക് 40 സംതിങ് എങ്ങാണ്ടുണ്ടാവും ഈ ഒരു ചുരം. ദേ നോക്കിക്കേ, വാവ്, അമേസിങ് മാൻ. ഓ സീന്. ഓ നോക്കിക്കേ, എലഫാന്റ് വാലി. ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പോട്ടായിട്ടാണ് കാണുന്നത് ഈ ഒരു സ്പോട്ട്. അങ്ങനെ എന്തൊക്കെയോ സംഭവമായിരിക്കും. എന്തേ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. അയ്യോ സീന് റൂട്ട് തന്നെ കേട്ടോ, നോക്കിക്ക്. വാവ്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ചുരം കയറുന്ന സമയത്ത് ഈ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇത്രയ്ക്കൊരു സ്മൂത്ത് ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കയറ്റായ കാരണം പില്ലണവും ലഗേജും എല്ലാം കാരണം വണ്ടി ഈ ഒരു സ്മൂത്തിൽ ഈ ഒരു സ്പീഡിൽ വലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ഒരു സ്പീഡ് പോകുമ്പോൾ നല്ല രസമുണ്ട്, വേറൊരു ത്രില്ലുണ്ട്. സോളോ ആയിരുന്നെങ്കിൽ അടിപൊളിയായാനെ. സോളോ ആയിരുന്നായാൽ വണ്ടി അത്യാവശ്യം പെട്ടെന്ന് വലിഞ്ഞു കയറും. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഈ ഒരു വണ്ടീൻ്റെ മാക്സിമം പെർഫോമൻസ് ഈ ഒരു വണ്ടി കാണിക്കുന്നുണ്ട്. 97cc അല്ലേ, അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ഇവൻ കാണിക്കുന്നുണ്ട്. വണ്ടിക്ക് ഒരു കുറ്റവും കുറവൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു വണ്ടിക്ക് കുറ്റവും കുറവൊന്നുമില്ല. അല്ലാണ്ട് വേറെ വണ്ടിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഈ ഒരു വണ്ടി അങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഈ ഒരു വണ്ടി തരുന്ന ഫീലൊന്നും വേറെ ഒരു വണ്ടിക്കും തരാൻ പറ്റില്ല. അതാണ് വണ്ടി. ഓ ക്ലൈമറ്റ് മാറിയിട്ടോ, ഒന്ന് വെളിച്ചം വെച്ച് തുടങ്ങി. അപ്പം ഇനി താഴോട്ട് പോകുന്തോറും ഈ ഒരു സ്വർഗ്ഗക്കോടകളൊക്കെ മിസ്സായി വരും. അതുപോലെ ആ ഒരു തണുപ്പ് ഫീലൊക്കെ മിസ്സാവും. ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ മിക്കവാറും. പളനിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചൂടായിരിക്കും കൂടുതൽ ചാൻസ്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാട്ടോ ഒരു വെള്ളത്തിനൊക്കെ ക്ഷാമം വരുന്നത്. അതായത് കൊടൈക്കനാൽ ട്രിപ്പ് ഞാൻ പോയപ്പം ഇതുവരെ എനിക്ക് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ഇവിടെ എന്ന് പറയുമ്പം ഈ ഹൈറ്റ് കൂടിയ മേഖലകൾ എന്ന് പറയുമ്പം ബാത്റൂം സെറ്റപ്പ് അതുപോലെ വെള്ള സെറ്റപ്പൊക്കെ കുറവായിരിക്കും. മെയിൻലി ബാത്റൂമൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കാണില്ല. ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ബാത്റൂം സംഭവങ്ങളൊക്കെ കുറവാട്ടോ. കുറവ് മീൻസ് കുറവാണ്, വളരെ കുറവാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഏതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാലും അവിടെ ബാത്റൂം കാണും, ഫ്രഷ് ആവാനും വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ എവിടെയും
അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഒന്നെങ്കിൽ റൂം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക പെട്രോൾ പമ്പ് വരെ വെള്ളം ഉണ്ടാവാത്ത അവസ്ഥയാണ് കണ്ടേ. അതെന്ന് പറയുമ്പം ഈ ഒരു ഹൈറ്റ് കൂടിയ മേഖല ആയ കാരണം വെള്ളത്തിനുള്ള ക്ഷാമമാണ്, ജലക്ഷാമമാണ്, വേറെ ഒന്നുമല്ല. അതാണ് കേട്ടോ. അത് ഈ ഒരു ട്രിപ്പിലാണ് എനിക്ക് കൂടുതലായത് എക്സ്പീരിയൻസ് ആയേ. നമ്മൾ ഫുള്ളി എന്താ പറയുക ടോയ്ലറ്റ് തന്നെ യൂസ് ചെയ്ത കൂടുതലും ഇന്നൊക്കെ ആയിട്ട്. പിന്നെ ഒരു പെട്രോൾ പമ്പിൽ അങ്ങാണ്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിക്കുള്ള കണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറവായിരിക്കും. ഇന്നലെ ഫുഡ് കഴിച്ച അതേ ഷോപ്പിൽ തന്നെ വന്നിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി. നമ്മളിവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം. എല്ലാം കഴിഞ്ഞു കിട്ടും. ഇവിടെ വേറൊരു വൈബാട്ടോ, ഒരു ഗ്രാമം. പക്ഷേ ഈ ഒരു ഷോപ്പിലൊക്കെ ഫുഡ് വളരെ ചീപ്പാട്ടോ. പക്ഷേ എന്താ പറയുക നല്ല രസമുണ്ട്. ഇന്നലെ കണ്ടപ്പോൾ അവൻ ഏകദേശം ആ ഒരു ഏരിയ എത്തിയപ്പം ആ ഒരു ഷോപ്പ് കണ്ടപ്പം ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞാണ്. ബുസ്റ്റോ ഗൈസ്, അപ്പോൾ ചേഞ്ച് ഇല്ല കേട്ടോ. കാര ചട്നിക്ക് മാത്രമൊരു, അതായത് എരിവുള്ള ചട്നിക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇന്നലത്തെ അതേ ടേസ്റ്റ് അല്ല, ബാക്കിയെല്ലാം ഏകദേശം ഇന്നലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഫുഡി ഗൈസ്, അപ്പോൾ ഞാൻ നുറുക്കുന്ന കേട്ടോ, എന്നിട്ട് നമുക്ക് പോവാം. നുറുക്കുന്ന ശബ്ദം എങ്ങനെയുണ്ട് കയറി. ദേ വീണ്ടും ചെറിയൊരു മഴയൊക്കെ ചാറി കോടയൊക്കെ മൂടി അങ്ങനെ സെറ്റപ്പായി വരുന്നുണ്ട്. ക്ലൈമറ്റ് സീനാട്ടോ. ഇത് ഏതാ ടീം? മറ്റവരല്ലല്ലോ, KL10 മലപ്പുറം ആരോ ആണ്. KL10 10ഒക്കെ കാണുമ്പോൾ ഒന്ന് കൈയ്യെടുത്തില്ല, പിന്നെ എന്താണ് പാരിക്കുട്ടാ. അപ്പോൾ ഇവൻ്റെ ഹോമന പേര് നമ്മൾ വിളിക്കുന്ന ഒരു പാരിക്കുട്ടൻ എന്നാട്ടോ. ഫാരിസ് എന്നാണ് അവൻ്റെ പേര്. പാരിക്കുട്ടൻ, ഫാരിസ്, സൽമാൻ ഫാരിസ്. ഇവിടെ മഴയില്ല, അതാ ഞാൻ പറഞ്ഞത്. ഓരോ പൊസിഷൻ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാണ്. അയ്യോ സീൻ. ഈ ഒരു ഏരിയ നോക്കിക്കുക, ഇതൊരു വേറെ ടൈപ്പ് വ്യൂ. എൻ്റെ മോനെ കണ്ണു കാണുന്നില്ല, ആണ്ട് പോയാലേ മുതലാവും. വാവ്, നൈസ് വേ. ഒരു നിലമ്പൂർ ഇന്നോവ, പളനി 36. What a beauty climate, man. Wow. Yo.
എന്താ സംഭവം സൈഡ് കൊടുക്കാനാട്ടോ. ഞാൻ വിചാരിച്ചു വല്ല മൃഗങ്ങളും വന്നോ, അതാ ഞാൻ വേഗം ഫ്രണ്ടിൽ കൂടെ കയറി ഓടുന്നത് കാണാൻ വേണ്ടിയിട്ട്. സൈഡ് കൊടുക്കാനുള്ള സ്പേസാണ്. ചുരം ഏകദേശം കഴിഞ്ഞ് വരുമ്പോ പെട്ടെന്ന് കഴിയും, തിരിച്ചു പോകുമ്പോഴേ പെട്ടെന്ന് കഴിയും, വരുമ്പോ കുറെ ഉള്ളമാരി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ചുരം കഴിഞ്ഞു കേട്ടോ. ഫുള്ളി കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ ഒരു സംഭവമൊക്കെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു, അപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഓൾമോസ്റ്റ് തീരാറായ. മഴ കാരണം ഡ്രസ്സൊക്കെ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ, ചളി തെറിച്ചാണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട്. വാവ്, പോയിട്ട് നിൽക്കുന്ന നോക്കിക്കേ. സൽമാനാ, സൽമാൻ, ഈ മരത്തിൻ്റെ പേരെന്തേന്? മരത്തിൻ്റെ പേരോ? വാഗ, ഗുൽമോഹർ വാഗ. ഗുൽമോഹർ എന്നും പറയും, വാഗ എന്നും പറയും കേട്ടോ. ഇംഗ്ലീഷിൽ ഗുൽമോഹർ എന്ന്, മലയാളത്തിൽ വാഗ. അവന് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ എടുക്കണോ, ആ മരം ഫോട്ടോ എടുക്കണോ. അതാ പറഞ്ഞേ, അവനക്ക് അതിലെന്തോ കാര്യമായിട്ടുണ്ട്. ബാക്ക് ഫുള്ളി ടെൻറ്റും അതുപോലെ ബാഗും എല്ലാം നനഞ്ഞ് കാണും കേട്ടോ, ചളി തെറിക്കും. ഞാൻ വേനലല്ലേ ചൂടല്ലേ എന്ന് കരുതി, മഴയൊന്നും കിട്ടില്ല എന്ന് കരുതി മഡ് ഫ്ലാപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അത് ആ ഒരു അയച്ചിട്ട ഒരു ലുക്കിൽ തന്നെയാണ്, അതുകൊണ്ട് ചളി നല്ലോണം തെറിക്കും. ഗൈസ്, മഴ കൂടിയത് പ്രമാണിച്ച് നമ്മൾ ക്യാമ് റിമൂവ് ചെയ്യും കേട്ടോ. നമ്മളിനി കോട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോവാണ്. ഇതേ കണ്ടോ, ഇവിടെ നിർത്തിയിട്ട് മഴ നല്ല രീതിക്ക് കൂടി. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റ് ആട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. രണ്ടു കൊടുത്തു. ഓക്കെ, അതിന് കാണാം എവിടെയൊക്കെ വെച്ച്. ആ ഒരു റൂട്ടൊക്കെ ഇറങ്ങിയിട്ടോ, ചുരം ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ചുരം ഇറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പോൾ പൊള്ളാച്ചി എത്താറായിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, ആ ഒരു ചെറിയ വൈബുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കിൽ ആ ഒരു മൾഗാർഡ് വെക്കാത്ത കാരണം എന്താ പറയുക, ചളി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ചുരം, അതായത് ചുരം ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാനിവിടെ ജോയിൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ ചെയ്തോളൂ, ഇട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പം വാൽപ്പാറ ആതിരപ്പള്ളി പൊള്ളാച്ചി ടു വാൽപ്പാറ റൂട്ട്, അതുപോലെ ആതിരപ്പള്ളി മലക്കപ്പാറ ആ റൂട്ടൊക്കെ പോകുന്ന സംഭവമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.